നാം ആരാണെന്നും നമ്മുടെ സിദ്ധികൾ എന്തെല്ലാമാണെന്നും അവയെ എവിടെ ഫലമണിയിക്കാൻ പറ്റുമെന്നും തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ജീവിത സാക്ഷാത്കാരം നേടുന്നത്. കഴിവിന് പിന്നാലെ പോകരുത്, സിദ്ധിക്ക് പിന്നാലെ പോകണം. കഴിവിന് പിന്നാലെ ഓടരുത്, സിദ്ധിക്ക് പിന്നാലെ ഓടണം. സിദ്ധി ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരിക്കലും എടുത്തു കളയില്ല. അതുകൊണ്ടാണ് ഇത്രയധികം കോൺഗ്രിഗേഷൻസ് ഇവിടെ ഉള്ളത്. ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേറൊരു കോൺഗ്രിഗേഷൻ്റെ ആവശ്യം? സിദ്ധി വ്യത്യസ്തമാണ്. ആ സിദ്ധി ദൈവം ആഗ്രഹിക്കുന്ന അത്രയും സമയം നിലനിന്നാൽ നമുക്കൊക്കെ നിലനിൽപ്പുണ്ട്. ഇത് ദൈവമാണ് രൂപീകൃതമാക്കിയതെങ്കിൽ അങ്ങേര് കൊണ്ടുകൊള്ളും. അതുകൊണ്ട് ഈ ഒരു നമ്മളുടെ കഴിവുകൾ നമുക്കൊരു വലിയ പ്രലോഭനമായിട്ട് മാറും. ഈ ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ചെയ്യാനുള്ള പ്രലോഭനം. നമ്മളോടൊക്കെ ഒരു സ്ഥലം മാറ്റമൊക്കെ ആവശ്യപ്പെടുമ്പോൾ, അയ്യോ പിതാവേ, ഞാൻ ഈ 5 വർഷം കൊണ്ട് ഇവിടെ നിന്ന് കെട്ടിപ്പൊക്കി എടുത്തൊരു സ്ഥാപനമാണിത്, ഇതിപ്പം ഞാൻ പോയാൽ അടുത്തയാൾ വന്ന് ഇത് കുളമാക്കും, എന്നെ പോലെ പറ്റില്ല അയാൾക്ക്. നമ്മളോട് ഇപ്പോൾ ഏപ്രിൽ 7-ാം തീയതി അവിടെ നിങ്ങൾ പോരെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഏപ്രിൽ 8-ാം തീയതി രാവിലെ വരെ പോലും അവിടെ കാത്തു നിൽക്കരുത്, താമസിക്കരുത്. പ്രിയപ്പെട്ടവരെ, സാവൂളിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. ഈ ഏപ്രിൽ 7-ാം തീയതി വരെ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അന്ന് വരെയുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുള്ളൂ. ബാക്കിയുള്ളത് അനുസരണക്കേടിൻ്റെ നിപ്പാണ്. ഈ അനുസരണക്കേടിൻ്റെ നിൽപ്പുകളാണ് നമ്മളുടെ ഈ ജീവിതത്തിന് നാശമുണ്ടാക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവേകം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കതിലേക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ വരാം. അനുസരണക്കേടിൻ്റെ വിഡ്ഢിത്തങ്ങൾ എന്താണെന്ന് അതിമനോഹരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അഭിമന്യ പിതാവ് പറഞ്ഞതിൻ്റെ ഒരു കൂട്ടിച്ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദർ ഇസ് നോ ഹോളിനെസ് ഇൻ സാഡ്നെസ്. നമ്മുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാലോ, ഒന്ന് ചിരിക്കാവോ? എല്ലാവരും ചിരിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും ആ ഒരു പ്രസന്ന ഭാവം, ഉള്ളിൻ്റെ ചിരി, പച്ചച്ചിരിയോ വളിച്ച ചിരിയോ പുളിച്ച ചിരിയോ ഇളിഭ്യ ചിരിയോ ഒന്നുമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്രസാദവരം നിറഞ്ഞിട്ട് നമുക്ക് സന്തോഷത്തോടുകൂടി അല്ലാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ പറയുന്നത് സമർപ്പിതർ എവിടെയുണ്ടോ അവിടെ ആനന്ദമുണ്ടെന്ന്. ഈ ആനന്ദത്തിലേക്കാണ് നമ്മളുടെ ദിസ് ഈസ് എ ബ്യൂട്ടി ഓഫ് കോൺസെക്രേഷൻ. ഇറ്റ് ഇസ് ജോയ് ദ ജോയ് ഓഫ് ബ്രിങ്ങിങ് ഗോഡ്സ് കൺസലേഷൻ ടു ഓൾ. നമ്മളെ കണ്ടിട്ട് അയ്യോ അച്ഛൻ എന്നാ പറ്റിയച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നേ, എന്നാ വിഷമം എന്ന് ഇങ്ങോട്ട് ആരും ചോദിക്കാൻ ഇടയാകരുത്. എന്തു പറ്റിയെന്ന് അങ്ങോട്ട് ചോദിക്കാനും അവരുടെ കണ്ണിലെ കണ്ണുനീരൊപ്പാനുമുള്ള നമ്മളുടെ വിളിക്ക് നമ്മൾ പ്രത്യുത്തരം നൽകാതിരിക്കുമ്പോഴാണ് എന്തു പറ്റി അച്ഛാ, ഇന്ന് ആകെ ഒരു വിഷമമാണല്ലോ, എന്നാ പറ്റി സിസ്റ്ററെ, മഠത്തിൽ മദർ വഴക്ക് പറഞ്ഞോ എന്ന് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളുടെ വിളിയുടെ അർത്ഥം മാറിപ്പോകും, ദൗത്യം മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് ഇതാണ് നമ്മൾ സന്യസ്തരുടെ വിളി, സമർപ്പിതരുടെയും പുരോഹിതരുടെയും വിളി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ക്രിസ്തുവിനെ അനുകരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന്. മാർപ്പാപ്പ അടിവരയിട്ട് പറയുകയാണ്. ഇത് സന്യാസ ജീവിതം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഈ ഒസർവത്തര റൊമാനോയിലെ എല്ലാം കൂടെ പ്രസംഗങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമായൊരു പുസ്തകമാണ്. അതിനകത്തൊരു സെൻറ്റൻസാണ്, ക്രിസ്തുവിനെ അനുകരിക്കാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, ക്രിസ്തുവായി മാറാനാണ്. ക്രിസ്തുവിനെ അനുകരിക്കാനാണ്. ആരെങ്കിലും ചോദിച്ചാൽ ഈശോയെ അനുകരിക്കാൻ പോവുക എന്ന് പറയണ്ട, അതിന് ഈശോയായി മാറാൻ പോകാനുള്ളൊരു വിളിയാണ് നമ്മളുടേതെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് കർത്താവിന് സമർപ്പിതൻ എന്ന് നെറ്റിയിൽ മുദ്രകൊത്തി വെച്ചിരിക്കുന്ന നമ്മളുടെ ജീവിതം. അത്രയ്ക്കും ശ്രേഷ്ഠമാണ്, അത്രയ്ക്കും പവിത്രമാണ്, അത്രയ്ക്കും അമൂല്യമാണ് നമ്മളുടെ വിളി എന്ന് മറ്റുള്ളവരല്ല തിരിച്ചറിയേണ്ടത്, നമ്മളാണ് തിരിച്ചറിയേണ്ടത്. അവബോധം, ഒരു ആത്മാഭിമാനം വേണം. ഇവിടെ ഇരിക്കുന്ന സമർപ്പിതർക്ക് ഞാനൊരു സമർപ്പിതയാണെന്നുള്ളൊരു ആത്മാഭിമാനം ഉള്ളവരൊന്ന് കൈപ്പൊക്കാവോ? അതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമല്ലേ സിസ്റ്ററെ. അച്ഛന്മാരോട് ചോദിക്കാത്തതുകൊണ്ടാണ്. ഞാനൊരു പുരോഹിതനാണ് എന്നുള്ളൊരു ആത്മാഭിമാനമുള്ള വൈദികര് ഒന്ന് കൈപ്പൊക്കാവോ? എല്ലാവർക്കും ഉണ്ട്. പിതാവും കൈപ്പൊക്കി, രക്ഷപ്പെട്ട് ഞാൻ. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ആത്മാഭിമാനം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ രുചിയും നിറവും സുഗന്ധവും ഒക്കെ കെട്ടുപോകുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. സന്യാസ ജീവിത വെല്ലുവിളികൾ എന്നൊരു വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് ഇതിങ്ങനെ നല്ല രസമാണ്, സന്യാസത്തിൻ്റെ സന്തോഷം പറഞ്ഞു പോകാൻ രസമാണ്. പക്ഷേ ഈ വെല്ലുവിളികളെ കുറിച്ചുകൂടി ഒന്ന് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഈ നിറവും രുചിയും കെട്ടുപോകുന്ന സന്യാസ ജീവിതമാകുന്ന സ്വർഗീയ മന്നയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ മന്ന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്?
ഇതെങ്ങനെയാണ് മന്ന എന്ന പേര് വന്നത് എങ്ങനെയാണ്? ഇസ്രായേൽക്കാർ ഇങ്ങനെ പൊടി പോലെ മഞ്ഞ് പോലെ ഏതാണ്ട് വീണപ്പം ഇതെന്നതാ എന്ന് ചോദിച്ച് അവസാനം മന്ന ഇതെന്ത് എന്നാണ് അത് വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഗൂഗിൾ പറയുന്നത്. പിന്നെ നമ്മുടെ ഹീബ്രു ഭാഷയിലും അത് തന്നെയാണ്, ഇതെന്ത് എന്നാണ്. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് വന്നത്. ഇന്ന് മനുഷ്യർ നമ്മളെ കാണുമ്പോഴും ഇതെന്നതാ ഇതെന്തൊരു ജീവിതമാണ് ഇതാരാ ഇതെന്നാ കൂട്ടരാ? ഒരു കൂട്ടർ നമ്മളെ വിളിക്കുന്നത് എന്താണ്? നൈറ്റിധാരികൾ. കുറേ നൈറ്റിധാരികൾ കെട്ടും പൂട്ടി അവരിറങ്ങിയിട്ടുണ്ട്. ഇവരെന്തിനു നടക്കുന്നു? പിള്ളേരില്ല, കെട്ടിയോളില്ല, ഈ ലോകത്തിന് ഒരു ഉപകാരവും ഇല്ല. അവർ കുറേ അത് പടുത്തുയർത്തുന്നുണ്ട്, ഇത് പടുത്തുയർത്തുന്നുണ്ട്. അതല്ലാതെ ഒരു മനുഷ്യനും ഒരു ഉപകാരവും ഇല്ലാത്ത കുറേ നൈറ്റിധാരികൾ തലങ്ങും വിലങ്ങും കേരളത്തിൽ ഇവരെ തട്ടിയിട്ട് നടക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ഈ വെറും നൈറ്റിധാരികളാണോ നമ്മളെന്നുള്ളത്, ഇതെന്താണെന്ന് മനുഷ്യർ ചോദിക്കുമ്പോൾ ഇതിന് മറ്റുള്ള ചില ഉത്തരങ്ങളുണ്ട്. ബ്രെഡ് ഓഫ് നാച്ചുറൽ ഫുഡാണ്, യാതൊരു സംശയവും. ഇതെന്ത് എന്ന് ചോദിക്കുന്നവരോട് അത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഓൺ ദ സ്പോട്ട് യെസ് ഓർ നോ ആൻസർ ഇല്ലായിരിക്കാം. പക്ഷേ ജീവിതം കൊണ്ട് മനുഷ്യർ തിരിച്ചറിയണം, ഇറ്റ്സ് സൂപ്പർ നാച്ചുറൽ. ഇത് സൂപ്പർ നാച്ചുറൽ ആണ് എന്ന് തിരിച്ചറിയാത്ത നമ്മളോ തിരിച്ചറിയുന്നില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ തിരിച്ചറിയും ഇത് സൂപ്പർ? അയ്യോ, ഞങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ. നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ പോലെ അല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ പറയും. അല്ല, നമ്മളങ്ങനെ എന്താണ് 2 വള്ളത്തേലും കാലുകുത്തി ഞങ്ങളുടെയൊക്കെ അവിടെ പറയും, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കല്ല, അച്ഛനാകാനും ഇവിടെ അറിയാമല്ലോ, എല്ലായിടത്തും പറയുന്നത് അച്ഛനാകാനും പെണ്ണ് കെട്ടാനും ഞാൻ റെഡിയാണെന്ന് പറയുന്നതിന് തുല്യമാണ്. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളത് ജീവിതം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം. അഭിമന്യ പിതാവ് ഇവിടെ പറഞ്ഞു, ദൈവവിളി കുറയുന്നതിന് കാരണം, സന്യാസം ആകർഷകമാകാത്തതിന് കാരണം. പ്രിയപ്പെട്ടവരെ, അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ആ പുസ്തകത്തിൽ തന്നെ ഉത്തരം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ആകർഷകമായി, യുവജനതയ്ക്ക് നിങ്ങളെ കണ്ടിട്ട് ആകർഷകമാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ മാധുര്യമുള്ളതായിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മ, സമൂഹ ജീവിതം, സാക്ഷി ജീവിതം. ഈ സാക്ഷി ജീവിതത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇന്ന് ദൈവവിളിയുടെ കുറവ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാത്ത തരമില്ല. അതുകൊണ്ട് ഈ സൂപ്പർ നാച്ചുറൽ ലൈഫിനെ നമ്മൾ സ്പിരിച്വൽ വേൾഡിനെ, ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ നല്ല ഒന്നാന്തരം, നമുക്ക് വേറെ ഒന്നും ഒരുങ്ങണ്ട, അദ്ദേഹത്തിൻ്റെ 2-3 സേയിങ്സ് മാത്രം എടുത്താൽ മതി നമുക്കൊരു ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ഹോളി നോട്ട് വേൾഡ്ലി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പുസ്തകമല്ല, 2 ലേഖനങ്ങൾ, രണ്ട് ലെറ്റേഴ്സ് ഒന്നിച്ച് ചേർത്ത് ഈ കഴിഞ്ഞ ഒരു ഒക്ടോബർ-നവംബർ മാസത്തിൽ ഇറങ്ങിയ ഒരു സാധനമാണ് ഹോളി നോട്ട് വേൾഡ്ലി. അതിനകത്ത് സ്പിരിച്വൽ വേൾഡിനെസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അതിത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ 2 വള്ളത്തേലും കാലുകുത്താൻ റെഡിയായിട്ട് നമ്മൾ ലോകത്തിലെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ചേറും ചെളിയും ഒക്കെ ഏറ്റോളാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. പക്ഷേ ആ ചേറും ചെളിയും കൊണ്ട് നമ്മൾ തമ്പുരാൻ്റെ അടുത്തേക്കല്ല കയറുന്നത്. പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ സുബോധമുണ്ടായ ധൂർത്തപുത്രൻ നേരെ പോയത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് തിരിച്ചുപോയത്. പക്ഷേ നമ്മൾ ഈ ചേറും ചെളിയും എല്ലാം ഏറ്റെടുത്തിട്ട് കുളിക്കാതെ അതിനകത്ത് കിടന്ന് വീണ്ടും കുഴഞ്ഞ് നമ്മളിങ്ങനെ ലോകത്തോട് താതാത്മ്യം പ്രാപിക്കുകയാണ് എന്നുള്ളൊരു മട്ടിൽ നമ്മളങ്ങനെ അതിനിടയിൽ പെട്ടുപോവുകയാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മളുടെ തിരക്ക്, ഈ സൂപ്പർ നാച്ചുറൽ ഫുഡ് നമ്മൾ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ തിരക്കിനിടയിൽ നിന്ന് മാറണം. ഈ ക്രിസ്റ്റീന പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്, എൻ്റെ പോപ്പുലാരിറ്റി എനിക്കൊരു ഭാരമായി മാറി, അതും ഇതും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചോദിക്കുവാണ്, ഈ ലോകത്തിൽ ക്രിസ്തുവിനോളം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന, ക്രിസ്തുവിനോളം മനുഷ്യർ സെലിബ്രേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? അന്നത്തെ കാലത്ത് ഇങ്ങനെ മൈക്കൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കൂടാൻ ഏതെങ്കിലും ഒരു കല്ലിൻ്റെ മുതുകത്ത് അങ്ങനെ കയറിയിരിക്കും, ചുറ്റും ആൾക്കാർ കൂടും. ബൈബിളിലുണ്ട്, എന്താണ്, സ്ത്രീകളിലും 5000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു, സ്ത്രീകളും കുട്ടികളും ഒഴികെ. ഇത്രയധികം ഒരു ഫോണോ ഇൻ്റർനെറ്റോ ഇങ്ങനെ ലൈവ് പരിപാടിയൊന്നും പോകുന്നൊന്നുമില്ലായിരുന്നു അന്ന്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തൊരു വ്യക്തി, അവനെ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴും അതിനടിയിലെല്ലാം മനോഹരമായൊരു സെൻറ്റൻസ് ഉണ്ടാകും, അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥനയിൽ സാനിക്കും എന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് പ്രിയമുള്ളൂ, 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ മനുഷ്യരെ ഇങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവന്ന് ഈ ചെങ്കടലും കടത്തി 10 മഹാമാരികളും അയച്ച് ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അത്രയധികം വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇവരെയും കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടായപ്പോൾ സെൻറ്റൻസ് ഇതിങ്ങനെയാണ്, ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? മോശയോടും അഹറോനോടും പറഞ്ഞു,
ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി സെന്റൻസ്. ഇതാണ് ഈ പിൻവിളികളുടെ ഇറച്ചിച്ചട്ടികൾ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇവിടെ നിത്യവ്രതം കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആദ്യവ്രതം തന്നെ നിത്യവ്രതം പോലെയാണെന്നുള്ളത് തിരിച്ചറിയുക. നമ്മൾ ജീവിതം മുഴുവനാണ് തമ്പുരാന് കൊടുത്തത്. ജൂനിയർ സിസ്റ്റർ കുറച്ചുപേർ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ഏത് സമയം ഇപ്പം നിത്യവ്രതം കഴിഞ്ഞാലും വേണ്ടില്ല, കഴിഞ്ഞില്ലാലും വേണ്ടില്ല, ഈ പിൻവിളികളുടെ ഇറച്ചിച്ചട്ടികൾ ജീവിതകാലം മുഴുവൻ നമ്മളെ അനുഗമിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഈശോയ്ക്ക് വരെയും പ്രലോഭനമുണ്ടായെങ്കിൽ അതിനെ അവൻ വചനം കൊണ്ട് നേരിട്ടെങ്കിൽ നമ്മുടെ ഒന്നും ജീവിതത്തിൽ നിന്ന് ഇതകലെയല്ല. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ പിൻവിളികൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള തിരക്കുകളും അസ്വസ്ഥതകളും പോപ്പുലാരിറ്റിയും ഒക്കെ നമുക്ക് പിൻവിളിയുടെ ഇറച്ചിച്ചട്ടികളായിട്ട് മാറുന്നത്. നമ്മളുടെയൊക്കെ കൂടെ പഠിച്ചവരൊക്കെ നല്ല രസമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ മേടിച്ച് വരുമ്പോൾ എനിക്കും അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്ത് വന്നാലും ഈ ഒരു നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, നമ്മളിത് വായിക്കുമ്പോൾ തോന്നും ഇതെന്ന് ഈ മനുഷ്യരെന്നെ ഇങ്ങനെ ഇത്ര നന്ദിയില്ലാതെ പോയല്ലോ, ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈ മനുഷ്യരെ ഇങ്ങനെ കൂടെ കൊണ്ടു നടന്നിട്ട് ചുമ്മാ കുഞ്ഞു കാര്യത്തിന് പുറപുറുക്കുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിക്കും. വായിക്കുമ്പോൾ ജീവിക്കുമ്പം നമ്മളും എന്തോ പുറപുറുക്കും. ഈ ഇസ്രായേൽക്കാരുടെ ചരിത്രം മുഴുവൻ എടുത്താൽ പൊറുപൊറുപ്പ് അവസാനിച്ച ഒരധ്യായം പോലും ഇതിനകത്തില്ല. നല്ല രസം അത് വായിക്കാൻ. ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഈ പിറുപിറുത്ത് അവസാനം മോശ ഭയങ്കര വിഷമിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ആവലാദികൾ എനിക്കെതിരെയല്ല, കർത്താവിനെതിരെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സമർപ്പിത സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിക്കരുത് ഞാനിവിടെ കയറി നിന്ന് മാറി നിന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നതെന്ന്. ഇവിടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് പറയും, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പറയാനുള്ളത് നേരെ നോക്കി പറഞ്ഞിട്ട് പോകും. പെണ്ണുങ്ങൾ, നമ്മൾ സ്ത്രീകളാണെങ്കിൽ എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ട് പോകും. നേരെ പറയാൻ പറ്റാഞ്ഞിട്ടായിരിക്കും ചിലപ്പം പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പിന്തലമുറക്കാരായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറകുറുക്കുന്നത്. നമ്മളാരെ വിഷമിക്കണ്ട. കുറച്ച് പേര് നേരെ പറഞ്ഞു, കുറച്ച് പേര് പുറപുറുത്തു. അത് രണ്ടു കൂട്ടരും ഇവിടെ ഇരിപ്പുണ്ട്, നേരെ പറയുന്നവരും പുറപുറുക്കുന്നത്. നമ്മളെല്ലാവരും പഴയ ഇസ്രായേലായ ആ ജനത്തിൻ്റെ പിന്തലമുറക്കാരായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു ഗുണമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ആരുടെയും ഈ പറയുന്ന ആരോപണങ്ങളോ ഈ പറയുന്ന നമ്മളുടെ പൊറുപൊറുക്കലുകളോ നിങ്ങളുടെ ആരോപണങ്ങളൊന്നും എൻ്റെ നേരെയല്ല. നമുക്ക് ചിലപ്പോൾ അധികാരികളുടെ നേരെ നമ്മൾ പൊറുപൊറുക്കും, നമ്മളുടെ സുപ്പീരിയേഴ്സിനോട്, നമ്മുടെ ലോക്കൽ സുപ്പീരിയേഴ്സിനോട്, നമ്മുടെ പിതാക്കന്മാരോട്, നമ്മളുടെ മേലധികാരികൾ ആരോ അവരോട് നമ്മൾ ചിലപ്പോൾ പൊറുപൊറുക്കും. ഈ പൊറുപൊറുപ്പൊന്നും മേലധികാരിയോടല്ല. ആരോടാ? ദൈവത്തോടാ. പ്രിയപ്പെട്ടവരെ, അനുസരണത്തിൻ്റെ സുഖം അനുഭവിച്ചാൽ നമുക്ക് പൊറുപൊറുക്കാൻ പറ്റില്ല. അനുസരണത്തിൻ്റെ സുഖം അനുഭവിച്ചാൽ അത് അടിമത്തമല്ലെന്ന് മനസ്സിലാക്കിയാൽ, ദൈവം നയിക്കുന്ന വഴിയെ പോകാൻ നമ്മൾ ഒരു തീരുമാനമെടുത്താൽ പൊറുപൊറുപ്പുണ്ടാവില്ല. ഇതാണ് ഇസ്രായേൽ ജനം ഇത്ര വലിയ അത്ഭുതം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ഈ സ്പിരിച്വൽ അൽഷൈമേഴ്സ് ഇവിടെയാണ് നമ്മൾ പ്രയോഗത്തിൽ. ഈ പിൻവിളികളുടെ ഇറച്ചിച്ചട്ടികൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ നോക്കുമ്പോൾ ഇസ്രായേലിനെ നയിച്ച ദൈവം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ബൈബിളിലുണ്ട്. അതുപോലെ ജോസിയായെ നയിച്ച ഒരു ദൈവം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നയിച്ച ഒരു ദൈവം എന്ന് പറഞ്ഞ് നമുക്കൊരു അധ്യായം എഴുതിയുണ്ടാക്കാൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതില്ലാതെ വരുമ്പോഴാണ് ഞാനോ ദൈവമോ ആര് എപ്പോ എങ്ങനെ ഞാൻ ഒരു തരത്തിലായിരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു ഈ പിന്തിരിഞ്ഞ നോട്ടത്തിൻ്റെ, നന്ദിയുടെ, ഇറച്ചിച്ചട്ടികളുടെ മാടിവിലുകളുടെ അല്ല, രോദനമല്ല. വിലാപങ്ങളുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ സ്വർണ്ണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ തിളക്കം, ഇതിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ വിലപിച്ച് പോകുമ്പോൾ അത് പശ്ചാത്താപത്തിലേക്ക് നാം നയിച്ച വഴികളെന്ന് ഒരു ഡയറി എഴുതിയുണ്ടാക്കും. ഇന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഡയറി തുറക്കാൻ നമുക്ക് പേടിയാണ്. അതിനകത്ത് എന്നതാണോ എഴുതി വെച്ചേക്കുന്നത്, അതിൻ്റെ പേരിൽ ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകേണ്ടി വരുമെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ആരെയും കുരുക്കിലാക്കുന്ന ഡയറികൾ എഴുതാതെ, ഞങ്ങളുടെയൊക്കെ അമ്മമാർ മരിച്ചു കഴിയുമ്പം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ ഡയറി നോക്കും. നമ്മൾ തുടക്കമൊക്കെ അടിപൊളി സെൻറ്റൻസൊക്കെ വെച്ചായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, നല്ല ഏതെങ്കിലും. അവരുടെ ബുക്കിൽ, നമ്മുടെ പ്രായമായ അമ്മമാരുടെ കാര്യമായി പറയുന്നത്, അവരുടെ ബുക്കിൽ നിന്ന് തന്നെ കാണും, അവരുടെ ആത്മീയ അനുഭവത്തിൽ നിന്ന് അവർക്ക് തന്നെ തോന്നിയ മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അത് അതേപടി ഇങ്ങോട്ടെടുത്ത് വായിച്ചാൽ സൂപ്പറായിരിക്കും.
അതുപോലെ മറ്റുള്ളവർക്ക് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടർത്തിയെടുക്കാൻ പാകത്തിന് നമ്മളെ ചില എഴുത്തുകൾ അവശേഷിപ്പിച്ചിട്ട് വേണം ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ. അതുകൊണ്ട് ഈ ഇറച്ചിച്ചട്ടികളുടെ പിൻവിളികൾ നമ്മളെ ഒരിക്കലും പ്രലോഭിപ്പിക്കാതിരിക്കട്ടെ. മറിച്ച് ഞാൻ നടന്ന വഴിയിൽ എന്നെ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധ. എന്ത് രസം, നമുക്ക് കരഞ്ഞു പോകുക വാചകം വായിച്ചാൽ. നമ്മളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ വേണം തിരിഞ്ഞു നോക്കാൻ, അങ്ങനെ വേണം നമ്മളുടെ ജീവിതത്തോട് തിരിഞ്ഞു നോക്കി നന്ദിയുള്ളവരായിരിക്കണം. അപ്പം പിന്നെ ഈ പുറപുറുപ്പൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പുറപുറുപ്പൊക്കെ എല്ലാം ഈ മറ്റേ ഹന്ന വന്ന് പുറപുറത്തപ്പോൾ എങ്ങനെയാ ഏലിക്ക് തോന്നിയത്? കുടിച്ചിട്ട് വന്നിട്ട് അവൾ ജൽപ്പനം പറയുവാന്നത്. പക്ഷെ അവൾ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ ഹൃദയം തുറന്നു വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളുടെയൊക്കെ പുറുപുറുപ്പുകൾ നന്ദിയുടെ, സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ മർമറിങ് സൗണ്ടായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി അടുത്ത മറ്റൊരു കാര്യമാണ് അനുസരണക്കേടിൻ്റെ വിഡ്ഢിത്തങ്ങൾ. ഇവിടെയാണ് പുറപ്പാട് 16 അത് തന്നെ 4-5 വാക്യം, 8-ാമത്തെ വാക്യം 15 മുതൽ 20 വരെ, 23 മുതൽ 28 വരെ. അത് ചിരിച്ചു മടുക്കും നമ്മൾ ഇവരുടെ വിഡ്ഢിത്തം വായിച്ചിട്ടുണ്ടെങ്കിൽ. ഇത്രയേ ഉള്ളൂ, വളരെ ചുരുക്കത്തിൽ. ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. മന്ന വരും എന്ന് പറഞ്ഞു. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോകാം. നിങ്ങൾ കാടപ്പക്ഷിയും മന്നയും നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ പാകത്തിനുണ്ട്. പക്ഷെ കണ്ടീഷൻ ഇതാണ്, എല്ലാവരും ഒരു ഓമർ വീതമേ എടുക്കാവുള്ളൂ, അവനവന് കഴിക്കാവുന്നതേ എടുക്കാവുള്ളൂ. പിന്നെ 6 ദിവസം ശേഖരിക്കാം, 7-ാം ദിവസം നിങ്ങൾ ശേഖരിക്കരുത്. ഇതിങ്ങനെ പല ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ഓമർ ശേഖരിക്കണം എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ കർത്താവ് അങ്ങനെ പലതും പറയും. ഇത് മേടിച്ചു വെച്ചാൽ അവനവന് കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു ഓമറിനേക്കാളധികം കൂടുതൽ എടുക്കേണ്ടവരെടുത്തു. ഇനി കൂടുതലുള്ള ആർത്തി കാരണം മറ്റവന് കിട്ടിയില്ല, കുറച്ചവന് ഒരു 3/4 ഓമറായിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മനോഹരമായൊരു വചനമുണ്ട്, കൂടുതൽ ശേഖരിച്ചവന് കൂടുതലോ കുറവ് ശേഖരിച്ചവന് കുറവോ കിട്ടിയില്ല, എല്ലാവർക്കും ഒരേപോലെ. നമുക്കൊന്നും ഈ വെപ്രാളവും ആർത്തിയും ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മളെ ദൈവമാണ് നമുക്കിത് അനുവദിച്ചു തന്നതെങ്കിൽ കൂടുതലായിട്ട് ഇതെന്തൊരു, നമ്മൾ ചിലരുടെ വിളി കണ്ടിട്ട് പറയും, ദൈവം ഇതെന്തൊരു ഭയങ്കര വൊക്കേഷനാണ്, ഭയങ്കര സ്ട്രോങ് വൊക്കേഷനാകട്ടോ ഇവരുടെ. അതിനങ്ങനെ പ്രത്യേകമായിട്ട് ദൈവം ഇടപെട്ടതുകൊണ്ട് ഭയങ്കര വിളിയാണ് അതിൻ്റെ. എൻ്റെ വിളിയോ ഞാനങ്ങനെയൊന്നുമില്ല, വളരെ ഇങ്ങനെ പോന്നു. അങ്ങനെയുണ്ടോ? വിളിയുണ്ടോ? വിളിക്ക് തരംതിരിവുണ്ടോ? അന്നും ഇന്നും എന്നും ഒരേ ആൾ തന്നെയായ തമ്പുരാൻ നമ്മളെ വിളിച്ചതെങ്കിൽ മറ്റൊരാളുടെ വിളിയുടെ ക്വാളിറ്റി അളക്കാൻ നമുക്ക് അവകാശമില്ല, മറ്റൊരാളുടെ വിളിയുടെ റേറ്റ് നിശ്ചയിക്കാൻ നമുക്ക് അവകാശമില്ല. ഇതിനെയൊക്കെ എവിടുന്ന് എടുത്തുകൊണ്ട് വന്നതാണ്? ഇതിനെയൊക്കെ ആര് കയറ്റിക്കൊണ്ട് വന്നു? ഇതാരായിരുന്നു ഇതിൻ്റെ ഫോർമാറ്റർ? ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കൂടുതൽ ഓടിയവന് അത് കൂടുതൽ ശേഖരിച്ചവന് അത് കൂടുതലും കാണപ്പെട്ടില്ല, കുറച്ച് ശേഖരിച്ചവൻ കാലാ പെറുക്കുന്നവനെ പോലെ നമ്മളൊക്കെ പുറകിലായിരുന്നെങ്കിലും തമ്പുരാൻ നമ്മളെ മുമ്പിലെത്തിക്കും. മുമ്പിലല്ല, വേണ്ടടുത്ത് നിർത്തും. ഇനി അടുത്തത് വേറെ 6-ാം ദിവസം ഓരോ ദിവസം വേണ്ടതേ ശേഖരിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് കൂടുതൽ ശേഖരിച്ചവന്മാർക്ക് എന്നാ പറ്റി? പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കിയപ്പോൾ പുഴുവരിച്ചു. ഇതാണ് പറയുന്നത് ചെയ്യുന്നതിൻ്റെ ആനന്ദം. നമ്മളിങ്ങനെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കുരിശിനേക്കാൾ വലുതാകാനും ദൈവം ഇത് ഇങ്ങനെയും കൂടി അങ്ങ് ചെയ്താൽ, പിതാവേ ഞാനൊരു 1 മാസം കൂടി ഇവിടെ നിന്നാൽ ഇത് ഭയങ്കര സെറ്റപ്പാക്കി ഞാൻ എടുക്കുമെന്ന് പറയുമ്പോൾ പുഴുത്തുപോകും, പുഴുവരിക്കും, യാതൊരു സംശയമില്ല. ഇനി അടുത്തത് സാബത്തിൻ്റെ അന്ന് തലേ ദിവസം പറഞ്ഞു നാളെ സാബത്താണ്, അതുകൊണ്ട് നാളത്തേക്കുള്ളതും കൂടി ഇന്ന് ശേഖരിച്ചോ, നാളെ ഈ പറയുന്ന സാധനം വീഴുകയില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളാരും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. ചില വിരുദ്ധന്മാരെന്നാ ചെയ്ത് ഇത് വീഴുവോ എന്നറിയാൻ പുറത്തിറങ്ങി, വീണിട്ടുണ്ടായില്ല. ഇനി കുറച്ച് പേര് അത് 2-ാം ദിവസം, അപ്പം അന്ന് അങ്ങനെ ശേഖരിച്ചു വെച്ചപ്പോൾ ഈ തലേ ദിവസം വരെ പുഴുത്തുപോയ സാധനം പിറ്റേ ദിവസം പുഴുത്തോ? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന. ചില സമയത്ത് നമ്മളോട് ചില റിസ്ക് എടുത്ത് അതിരുകളിലേക്ക് പോകാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അവിടെ ദൈവം കൂടെ വരും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടരുത് എന്ന് മോശ പറയുന്നതിന് ഇതാണ് അർത്ഥം. കൂടെയുണ്ടെങ്കിൽ ഏതറ്റം വരെ പൊക്കോ, അധികാരികളുടെ അനുവാദവും ആശീർവാദവും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ, നമുക്ക് പോകാം, ഏതറ്റം വരെയും പോകാം. പക്ഷേ നമ്മൾ അറ്റത്ത് നിൽക്കുമ്പോൾ നമ്മളോട് പറയുവാണ് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞാൽ ആ ക്ഷണത്തിൽ തിരിച്ചു വരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും കൊണ്ട നിർത്തിയത് ദൈവമാണ്, അത് അങ്ങേര് നോക്കിക്കോളും. പക്ഷേ അധികാരിയിലൂടെ ദൈവം ആവശ്യപ്പെടുകയാണ് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ 1 ദിവസം കൂടെ കൂടുതൽ നിന്നാൽ ആ 1 ദിവസം നമ്മുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായിരിക്കും. എഴുതി ഒപ്പിട്ട് തരാം.
അതുവരെ നമ്മൾ നേടിയതെല്ലാം ഈ ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ തമ്പുരാന് പറ്റും. അതാണ് അനുസരണത്തിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ നമ്മളുടെ അധികാരിയുടെ മുൻപിൽ നമ്മളൊന്ന് തലകുനിച്ചാൽ അതിന് നമ്മൾ അടിമത്തത്തിൻ്റെ തലകുനിക്കലായൊന്നും അതിനെ വ്യാഖ്യാനിക്കരുത്. ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം അധികാരികളോടുള്ള എന്തെങ്കിലും മറ്റ് വെറുപ്പാലോ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് വായിച്ച് ധ്യാനിക്കണം. നമ്മളുടെയൊക്കെ ജീവിതം ഈ ഒരു വലിയ ദൈവം നമുക്ക് ഓരോ സമയത്തും അനുവദിച്ചു തരുന്ന അധികാരികളിലൂടെ നമ്മളോട് പൊട്ടക്കിണറ്റിൽ ഇറങ്ങാനാണെങ്കിൽ, ഈ കാരാഗ്രഹത്തിൽ കിടക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അത്രയും സമയം അവിടെ കിടക്കണം. കിടന്നാലേ അവിടുന്ന് ഈജിപ്തിൻ്റെ അധിപനായിട്ട് ഉയർത്താൻ തമ്പുരാന് പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ് ഈ അനുസരണക്കേടിൻ്റെ വിഡ്ഢിത്തങ്ങൾ ഇങ്ങനെ കുറേ അധികം വരുമ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളുടെ കാഴ്ചപ്പാട് മാറുന്നത് എങ്ങനെയാണ്, ഈ വിളിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുറപ്പാട് 16:31 നിന്ന് ഇതിലേക്ക് ഞാൻ പിന്നെ വരാം. ഈ ഒരു സാധനം നമ്മളുടെയൊക്കെ ആദ്യത്തെ വിളി വെസ്റ്റിഷൻ്റെ അന്ന് നമുക്ക് മുടിഞ്ഞുറപ്പാം. വെസ്റ്റിഷൻ്റെ അന്ന് നമുക്ക് വലിയ ഉറപ്പും വലിയ സന്തോഷവും നമ്മളുടെ ജീവിതം മുഴുവൻ തമ്പുരാന് വേണ്ടി എറിഞ്ഞിട്ട് കൊടുക്കാനും നമുക്ക് റെഡിയാകും. പിന്നെ നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മളുടെ വ്രതബദ്ധ ജീവിതത്തിലൂടെ അതിനെ കാച്ചിക്കുറുക്കി തേച്ച് മിനുക്കി എടുക്കുന്നില്ല എങ്കിൽ ഈ ജീവിതം പതുക്കെ പുറകോട്ട് പോകുന്നതിനർത്ഥമാണ് ഉറപ്പ് പതുക്കെ ചെറിയ ബോധ്യമായിട്ട് തരം താഴും. വർഷങ്ങളോളം ജീവിച്ചു കഴിയുമ്പോൾ ആ ബോധ്യങ്ങൾ പിന്നീട് നമ്മൾ ചിന്തയായിട്ട് മാറും. നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് നടത്തി സെൽഫ് ഡിസിഷൻ എടുത്ത് നമ്മൾ റോങ് ഡിസിഷനിലേക്ക് പോകും. ഈ ചിന്ത പിന്നെ അത് ഈ ഉറപ്പ് മാറി ബോധ്യം മാറി ചിന്ത വരും. ഈ ചിന്ത വന്നിട്ട് പിന്നെ അത് പതുക്കെ ചില കാഴ്ച ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, പോരുന്നുണ്ടെങ്കിൽ പോരാ കേട്ടോ, ഞാനൊന്നും പറയല എൻ്റെ മാനെ, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിതം കളയണമെന്നത് കൊച്ചിന് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറും. അടുത്തത് വെറും തോന്നലായി മാറും. അന്ന് എനിക്ക് അങ്ങനെ തോന്നി, ഞാനിങ്ങോട്ട് പോന്നു. ഇതാണ് ജീവിതത്തിൻ്റെ ചില ഉറപ്പുകളിൽ നിന്ന് നമ്മൾ തെന്നി താഴേക്ക് വരുന്ന അവസ്ഥ. ഈ തോന്നൽ നമുക്ക് എപ്പോഴും തോന്നൽ വന്നാൽ നമുക്കവിടെ സംശയം വരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഒരു ദൈവവിളി ഒരു ദിവസം കൊണ്ടൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. നമ്മുടെ ആരുടെയും ജീവിതം ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കില്ല. ഇതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം, എവിടെയും ഒരു തുടക്കമുണ്ടാകും. ഈ തുടക്കം എവിടെയെന്ന് കണ്ടുപിടിച്ചാൽ അതിനൊരു തീരുമാനമുണ്ടാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഡൗട്ട്സും പ്രശ്നങ്ങളും തോന്നലും എല്ലാം ഈ തോന്നൽ സംശയമായി മാറി സംശയം വരുമ്പോഴാണ് ഉപേക്ഷിക്കുന്നത്. ഇത് ഈ ഒരു പുറപ്പാട് 16:31 സംഖ്യ 11 വരുമ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതിന് കാരണം ഇതിന് കൃത്യമായ തെളിവുണ്ട്. ഈ മന്നയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഈ മന്ന ഇസ്രായേൽ ജനത്തിന് ആദ്യം ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൊട്ടേഷനാണ് അപ്പുറത്തിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഉറപ്പ് ബോധ്യം നമുക്ക് തോന്നലായും അവസാനം അത് ഉപേക്ഷയായിട്ട് മാറുന്നതിന് നമ്മുടെ വിളി ജീവിതം മന്നയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ മന്ന ഇസ്രായേൽ ജനത്തിന് തേൻ ചേർത്ത അപ്പമായിരുന്നു. പുറപ്പാട് 16:31 ഈ മന്ന തേൻ ചേർത്ത അപ്പമെന്നാണ് അവരതിനെ നിർവചിച്ചത്. അതിനുശേഷം പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് കുറച്ചിങ്ങ് കടന്നു പോന്നപ്പോൾ സംഖ്യ 11:7-9 പറയുന്നുണ്ട്, ഈ എണ്ണ ചേർത്ത ഒരു വക അപ്പം കഴിച്ച് ഞങ്ങൾ മടുത്തു. ഇവിടെ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പഴങ്ങളില്ല, ധാന്യവർഗ്ഗങ്ങളില്ല, ഈ എണ്ണ ചേർത്ത ഈ അപ്പം കഴിച്ച് ഞങ്ങൾ മടുത്തു. അവസാനം സംഖ്യ 21:5 ഇത് വിലകെട്ട അപ്പമായി മാറി. ഈ സൂപ്പർ നാച്ചുറൽ ഫുഡ് ഫ്രം ഗോഡ് അവർക്ക് തേൻ ചേർത്ത അപ്പമായിട്ട് മാറിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണ ചേർത്ത അപ്പവും അതിനുശേഷം ഏറ്റവും അവസാനം ഈ സംശയവും തോന്നലും എല്ലാം കൂടെ വന്ന അവസാനം നമ്മളുടെ സന്യാസ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് വിലകെട്ട അപ്പമായി മാറി, ഇത് വിലകെട്ട വസ്ത്രമായി മാറി, വെറും 8 മീറ്റർ തുണിയായിട്ട് മാറിയിട്ട് നമ്മൾ ഊരി എറിഞ്ഞിട്ട് നമ്മുടെ പോപ്പുലാരിറ്റി, നമ്മളുടെ സെലിബ്രിറ്റി മൂഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇറങ്ങിപ്പോകാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെ ഒന്ന് തിരിച്ചറിയണം. നമ്മളുടെ ജീവിതത്തിൽ മറ്റൊരു വെല്ലുവിളിയും പുറത്തുനിന്ന് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അതിക്രമങ്ങൾ, നാടകമാകട്ടെ സിനിമയാകട്ടെ എന്തുമാകട്ടെ. ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ പേര് ഞാൻ പറഞ്ഞത് മുത്ത്, അതായത് ഡയമെൻഷൻസ് ഓഫ് കിസ് ആണ് അതിൻ്റെ പേര്. ഞാൻ പറഞ്ഞത്
ഞാൻ മറന്നുപോയി എൻ്റെ പേര്. അതായത് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് ഒരു സന്യാസിനിയും മറ്റൊരു പുരോഹിതനാണോ എന്ന് എനിക്കറിയില്ല, ഒരു ഈശോയുടെ ലുക്കുള്ള ഇത്രയും ഭാഗം കാണത്തുള്ളൂ, അങ്ങനെ ഒരാളും കൂടെ ആ ഒരു എന്താണ് ലിപ് ലോക്കിലേക്ക് പോകുന്ന അതാണ് അതിൻ്റെ മെയിൻ പോസ്റ്റർ. പിന്നെ ബാക്കി കുറച്ച് വേറെ കുറേ പേര്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആ ഒരു സെൻറ്റൻസിലെ ഒരു സിനിമയുടെ എന്താ സമ്മാൻ സബ്സ്റ്റൻസ് എന്താണെന്ന് കേട്ടോ, ഡയമെൻഷൻസ് ഓഫ് കിസസ്. അതിനകത്ത് മെയിൻ ഏറ്റവും ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത് അതാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് ഡയമെൻഷൻസ് വന്നാലും ഇതൊന്നും നമ്മളെ അസ്വസ്ഥരാക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ അയ്യോ ഇങ്ങനെയും ഡയമെൻഷൻസ് കിസസിനുണ്ടായിരുന്നല്ലേ ഞാൻ അറിഞ്ഞില്ല, എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മളാരും ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. നമ്മളാരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കൊടുങ്കാറ്റ് വന്നപ്പോൾ ഭയപ്പെടേണ്ടെന്നാണ് തമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ട് കൊടുങ്കാറ്റൊക്കെ അടിച്ചോട്ടെ. അങ്ങനെ പ്രതിബന്ധങ്ങളിലാണ് നമ്മളുടെ വിളി കൂടുതൽ മനോഹരമായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു അറിയും തോറും നമുക്ക് ഉറപ്പാണോ ഉദാസീനതയാണോ ഉണ്ടാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ജീവിതം 5 വർഷം ജീവിച്ചു, ഇവിടെ ജൂനിയേഴ്സ് 1 വർഷവും 2 വർഷവും ആയവരോട് ചോദിച്ചാൽ അവർക്കുള്ള അവർ എത്ര വർഷത്തെ പരിചയമുണ്ട് നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ 2 വർഷത്തെ പരിചയം. അച്ഛൻ ഈശോയും അച്ഛനും തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ വർഷം എത്ര 50? എത്ര വർഷമായി അച്ഛാ ബെസ്റ്റ് ഓർഡിനേഷൻ നിങ്ങളുടെ? ഒരാളുമായിട്ട് നമുക്കുള്ള 2 വർഷത്തെ പരിചയമാണോ 70 വർഷത്തെ പരിചയമാണോ കൂടുതൽ എങ്ങനെ ഇരിക്കും തോറും വീര്യം കൂടുന്നത്? 70 വർഷത്തെയാണ്. എന്ന് വെച്ച് 2 വർഷം കൊണ്ട് അയ്യോ ഞങ്ങളെ പിരിയാൻ പറ്റാത്ത ബന്ധമായി എന്ന് പറയാനും നമുക്ക് പറ്റുകയില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നനുസരിച്ചിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഈ ഒരു ഓരോ വർഷം എൻ്റെ സന്യാസ സമർപ്പണത്തിൽ എൻ്റെ വർഷങ്ങൾ കൂടും തോറും പഴകും തോറും വീര്യം കൂടുന്ന ബന്ധമാണോ എനിക്ക് തമ്പുരാനുമായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. പുറത്തുനിന്ന് വരുന്ന ഒരസ്വസ്ഥതയും നമ്മളെക്കുറിച്ച് കേൾക്കുന്ന യാതൊരു അലിഗേഷനും നമ്മളെ തളർത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെക്കുറിച്ച് തന്നെ എൻ്റെ വിളിയെക്കുറിച്ച് അലിഗേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഞാനത് ലിസൺ ചെയ്യണം, തമ്പുരാനുമായിട്ട് സംവദിക്കണം, അവന് ഉത്തരം തരണം. ഇവിടെയാണ് ഈ ഒരു സംവാദം നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പോവുകയാണ്. ഈ ബോധ്യം ഉറപ്പ് അവസാനം ഉപേക്ഷയായിട്ട് മാറിയതിൽ നിന്നും നമ്മളിത് റിവേഴ്സ് ഓർഡറിലേക്ക് ഒന്ന് പോകാനുള്ള ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഈശോയും സമരിയാക്കാരിയും. അവളൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇവളും തമ്പുരാനും തമ്മിൽ ശരിക്കും ഉപേക്ഷയുടെ മോഡൽ എന്ന് പറയാം. നമ്മൾ ഉറപ്പിൽ നിന്ന് ഉപേക്ഷയിലേക്ക് കടന്നു വന്നത് എങ്ങനെയെന്നത്, ഇസ്രായേൽ ജനം വന്നുപോയത് എങ്ങനെയെന്നറിഞ്ഞ പോലെ ഉപേക്ഷയിൽ നിന്ന് ഉറപ്പിലേക്ക് എങ്ങനെ വരാം എന്നുള്ളതും കൂടി പറയാതെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ ഈശോയും സമരിയാക്കാരിയും എങ്ങനെയാണ് ഈ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടത്. ഇവിടെയാണ് സംവാദം നമ്മൾ തമ്മിലാകുന്നതും ഈശോയും ഞാനും തമ്മിൽ സംവാദം നടക്കുന്നതിനും അതിൻ്റെ ക്ലൈമാക്സും നമ്മൾ തമ്മിൽ ഞാനും തമ്മിൽ സംസാരിച്ചാലുള്ള ക്ലൈമാക്സിൻ്റെയും വ്യത്യാസം. ഇവിടെ ഈ പറയുന്ന സമരിയാക്കാരിക്ക് ആദ്യം ഈ ഈശോ എന്ന് പറയുന്ന ഈ ഒരു യഹൂദനായിരിക്കുന്ന എന്തിനാ എൻ്റെ അടുത്തുനിന്ന് വെള്ളം കുടിക്കാൻ വരുന്നേ? വെറും ഒരു മനുഷ്യൻ. സാധാരണ ഇപ്പം നമ്മൾ മറ്റേ ആൾ ഇന്നയാൾ ഈ ആളെന്ന് പറയുന്ന പോലെ, ഇപ്പോൾ ഒരു അമേരിക്കക്കാരൻ, ഇന്ത്യക്കാരൻ, അല്ലെ കേരള, തമിഴ്നാട്, തമിഴർ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയേ ഉള്ളൂ. നീ ഒരു യഹൂദനാ, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നേ? ഈ ഒരു ഉപേക്ഷ അല്ലെങ്കിൽ അറിവില്ലായ്മ കുറച്ചു നേരം അവൾ ഈശോയോട് സംവദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവനെ കയറി പ്രഭു എന്ന് വിളിച്ചു. പ്രഭു, അയ്യോ നീ അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തമ്പുരാൻ വിടാതെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് 2 പേര് തമ്മിലുള്ള സംഭാഷണമാണ്. ഈ സംഭാഷണം കഴിഞ്ഞപ്പോൾ ഓഹോ അങ്ങനെയാണോ, ഞങ്ങളുടെ പിതാവായ ഞങ്ങൾക്ക് ഈ കിണർ തന്ന യാക്കൂബിനേക്കാൾ വലിയവനാണോ നീ? അത്രയും ഭയങ്കര സംഭവമാണോ? ഒന്നുകൂടി ഒരു പടിയിലേക്ക് അവൾ കയറി വന്നു. പിന്നീട് നീ ഒരു പ്രവാചകനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം മിശിഹ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഇവളൊരു വലിയ സാക്ഷിയായിട്ട് കൊടംപോലോടെ വെച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം ഒരു പുരോഹിതൻ്റെയും ഒരു സമർപ്പിതൻ്റെയും ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടൽ. സെൽഫ് ടോക്കുകൾ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം.
ഈ സക്രാരിക്ക് മുൻപിലിരുന്ന ടോക്കുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മൾ ഒരു നമ്മളുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ദിനചര്യയുടെ ഭാഗമാക്കി നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ഏത് തിരക്കിനിടയിലും ഈ ഒരു ടോക്ക് നടത്താൻ നമ്മൾ സമയം കണ്ടെത്തും. ഇതിന് പ്രത്യേകിച്ച് അടച്ചുകൂടിയിരിക്കുകയൊന്നും വേണ്ട. വളരെ സ്വസ്ഥമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയമുണ്ട്, വണ്ടിയിലിരിക്കുന്ന സമയമുണ്ട്, ഒന്നും വേണ്ട. മിണ്ടാതിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പോലും കണക്റ്റഡ് ആയിരിക്കാൻ നമുക്ക് പറ്റും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സെൽഫ് ടോക്കുകളും പിറുപിറുപ്പും അവസാനിപ്പിച്ചിട്ട് സക്രാരിയുടെ മുൻപിൽ നമുക്ക് ഇതുപോലെ സമരിയാക്കാരി സ്ത്രീ ഈശോയെ കണ്ടുമുട്ടിയതുപോലെ, ഈശോ അവൾക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, അതിനുശേഷം അവൾ എന്തിനു വന്നോ അതുപോലും അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി തമ്പുരാൻ്റെ വലിയ സാക്ഷിയായിട്ട് മാറിയതുപോലെ നമ്മുടെ ജീവിതങ്ങളും ഇതുപോലെയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുവാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് നിർത്തിയതാണ്. അത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു നോട്ടം, ബീയിങ് ക്യാപ്ചേർഡ് ബൈ ക്രൈസ്റ്റ് എന്ന ഒരു ഫീൽ, അത് ഈ ചുങ്കക്കാരൻ മത്തായിക്ക് അത് കിട്ടിയപ്പോൾ, അവൻ്റെ നോട്ടം ഉള്ളിലേക്ക് തറഞ്ഞപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, എൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാൻ ഈ വിളി തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ഒരു സമർപ്പിതയെയോ ഒരു പുരോഹിതനെയോ ഞാൻ വിശ്വസിക്കില്ല. ഇതൊരു സ്നേഹത്തിൻ്റെ വിളിയാണ്. ആ സ്നേഹത്തിൻ്റെ വിളി എന്നിൽ എന്തോ ചെയ്തു, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ദൈവവിളി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം തമ്പുരാൻ നമ്മളിൽ നിവേശിപ്പിച്ച ഈ ഒരു സ്നേഹത്തിൻ്റെ അംശത്തിന് നമ്മൾ കൊടുത്ത പ്രത്യുത്തരം മാത്രമാണ്, മറ്റൊന്നുമല്ല. അത് നിരന്തരം അവനുമായിട്ടുള്ള സംവാദത്തിലും സ്നേഹസംഭാഷണത്തിലും മുഴുകി നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ ഈ ഒരു ഉറപ്പിൽ, ആദ്യ ദിവസം എൻ്റെ വെസ്റ്റിഷൻ്റെ ആദ്യ ദിവസം ഞാൻ അനുഭവിച്ച അതേ ഉറപ്പും, ആ ഉറപ്പായിരിക്കില്ല ഒരു പക്ഷേ ഇന്ന് അതിൽ കൂടുതൽ എത്തിക്കാണും. ആ ഒരു ഉറപ്പ് ഓരോ ദിവസവും തേച്ചുമിനുക്കി നമ്മുടെ വ്രതബദ്ധ ജീവിതം കൊണ്ട് തേച്ചുമിനുക്കി ഇതിൻ്റെ നിറവും മണവും ഗന്ധവും കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത്, എന്നും തേൻ ചേർത്ത അപ്പമായ മന്നയായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് വിലകെട്ട അപ്പമായി പോകാനും നമ്മളുടെ അശ്രദ്ധയാണ് കാരണം എന്നുള്ളത് തിരിച്ചറിയാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കയറ്റി നിർത്തുന്ന ഇടങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കഴിവ് കൊണ്ട് ചെന്ന് കയറിയതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ഏത് തിരക്കിലും ദൈവത്തേക്കാൾ തിരക്ക് നമുക്കുണ്ടാകാതിരിക്കട്ടെ. തമ്പുരാനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമുക്ക് ഒരാൾ പോലും അശ്രദ്ധ കൊണ്ട് പിരിഞ്ഞു പോകാൻ ഇടയാകാതിരിക്കട്ടെ. ഈ ഒരു സമർപ്പണ ജീവിതത്തിൻ്റെ ആനന്ദം, അതിൻ്റെ അഭിമാനം, ആത്മബോധം, ഞാനൊരു സമർപ്പിതയാണ്, ഞാൻ കർത്താവിൻ്റെ സമർപ്പിതൻ എന്ന നെറ്റിയിൽ ദൈവം കൊത്തിവെച്ച വ്യക്തിയാണ് ഞാനെന്നുള്ള ഒരു പ്രഷ്യസ് ഫീലിംഗ് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും, സമർപ്പിത സംഗമത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്.